തൃശൂർ കുതിരാൻ തുരങ്കത്തിനുള്ളിൽ വാഹനാപകടം. പിക്കപ്പ് വാനിൽ സഞ്ചരിക്കുകയായിരുന്ന ആളുടെ കൈ അറ്റുപോയി. തുരങ്കത്തിനകത്ത് വെച്ച് കൈ സുരക്ഷാ വേലിയിൽ തട്ടി മുറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, എന്താണ് സംഭവിച്ചത്? എത്രത്തോളം വലിയൊരു ദാരുണമായൊരു അപകടം തന്നെയാണ്? അനീഷ് ആന്റണി അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരും. തൃശൂർ കുതിരാൻ തുരങ്കത്തിനുള്ളിലാണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. ആ അപകടം അല്പം ദാരുണം തന്നെയാണ്. പിക്കപ്പ് വാനിൽ സഞ്ചരിക്കുകയായിരുന്ന ആളുടെ കൈ അറ്റുപോയിരിക്കുന്നു. തുരങ്കത്തിനകത്ത് വെച്ച് കൈ സുരക്ഷാവേലിയിൽ തട്ടി മുറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. അനീഷ് ആന്റണി ഉണ്ട്. അനീഷ, എന്താണ് അപകടത്തിന്റെ പശ്ചാത്തലം? എന്താണ് ഇത് സംഭവിച്ചത്? അതായത് ആളുടെ കൈ അറ്റുപോയെങ്കിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരം? ഇന്ന് രാവിലെ 8:30യോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ വണ്ടിയിൽ, പിക്കപ്പ് വാനിൽ 2 പേരായിരുന്നു. ഒരാൾ ഡ്രൈവറും മറ്റേയാൾ സഹയാത്രികനുമായിരുന്നു. ഇരുവരും ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ തുരങ്കത്തിനകത്ത് വെച്ച് ഈ കൈവരിയോട് ചേർന്നായിരുന്നു ഈ വാഹനം സഞ്ചരിച്ചിരുന്നത്. ഏറെ ദൂരം സഞ്ചരിച്ച് തുരങ്കം പുറത്തേക്ക് കടക്കാൻ എത്തുന്ന സമയത്ത് സഹയാത്രികന്റെ, അതായത് ഡ്രൈവറുടെ അപ്പുറത്ത് നിന്നിരുന്ന യാത്രികന്റെ നിലവിളി കേട്ടാണ് ഡ്രൈവർ വണ്ടി നിർത്തുന്നത്. വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഡ്രൈവർ ഈ സഹയാത്രികന്റെ കൈയിന്റെ ഒരു ഭാഗം അറ്റുപോയ നിലയിലാണ് കണ്ടെത്തിയത്. ഉടൻ അവിടെയുള്ള പട്ടികാടുള്ള 108 ആംബുലൻസ് വിളിക്കുകയായിരുന്നു ആളെ കൂട്ടി. ആ സമയത്ത് ഈ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് കൈ അവിടെ മുഴുവൻ തെരഞ്ഞെങ്കിലും, അറ്റുപോയ ഭാഗം അവിടെ തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. അങ്ങനെ ആംബുലൻസിൽ ഇയാളെ ആദ്യം ആശുപത്രിയിലേക്ക് മാറ്റി, തൃശ്ശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് നടത്തിയ വിശദമായ തെരച്ചിലാണ് ഏകദേശം ഈ വണ്ടി നിർത്തിയ അവിടെ നിന്നും പുറകോട്ട് 200 മീറ്ററോളം മാറി ഈ കൈവരിയോട് ചേർന്ന് അറ്റുപോയ ഭാഗം കിടക്കുന്നത് കണ്ടത്. അത് മറ്റൊരു ആംബുലൻസ് വിളിച്ച് ഇതേ ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. ഈ പരിക്കേറ്റ ആളെ കുറിച്ച് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ആളുകളെ, ഈ വാഹന ഉടമ തന്നെയാണോ വാഹനം ഓടിച്ചിരുന്നത്, അതോ അപകടം പറ്റിയ ആളാണോ വാഹന ഉടമ എന്നത് ഉൾപ്പെടെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും KL 49B 4069 എന്ന നമ്പറിലുള്ള പിക്കപ്പ് വാനിൽ സഞ്ചരിക്കുന്നതിനാണ് അപകടം പറ്റിയത്. എന്തായാലും ഈ കൈ അരമണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിക്കേറ്റ ആളെ ആദ്യം മറ്റൊരു ആംബുലൻസിൽ കൊണ്ടുപോയതിനു ശേഷം അരമണിക്കൂറോളം നടത്തിയ തിരച്ചിലാണ് അറ്റുപോയ കൈയുടെ ഭാഗം കിട്ടിയത്. എന്തായാലും രണ്ടും, ഈ അറ്റുപോയ കൈയുടെ ഭാഗവും അതേപോലെ തന്നെ ഈ പരിക്കേറ്റ ആളെയും തൃശ്ശൂരിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ കൈ തുന്നി ചേർക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആശുപത്രി അധികൃതരൊക്കെ ഉള്ളത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. ഉറക്കത്തിലാണോ എന്താ സംഭവം എന്നറിയില്ല. ഈ കൈവരിയോട് ചേർന്ന് ഈ വാഹനം അതിവേഗത്തിൽ ഓടിക്കുകയായിരുന്നു. ഇതിനിടെ കൈ പുറത്തേക്ക് ഇട്ടതാകാം ഇത്തരത്തിൽ കൈവരിയിൽ ഇടിച്ച് കൈ അറ്റുപോകാനുള്ള ഒരു കാരണം എന്നാണ് ഒരു പ്രാഥമിക നിഗമനം. കാളിദാസ്. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.